സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4, 33, 34 തിരുവചനങ്ങൾ. യേശു ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 33, 34 തിരുവചനങ്ങളിൽ 2 പ്രധാന കാര്യങ്ങളാണ് നാം കാണുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി ഇവിടെ നാം കാണുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരെ പല ഉപമകളാൽ അവർക്ക് മനസ്സിലാകും വണ്ണം വചനത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. ഇവിടെ നാം ഒരു പഠിപ്പിക്കൽ രീതി നാം കാണുകയാണ്. പഠിപ്പിക്കുന്ന ഒരു രീതി. ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന അഥവാ ഗ്രഹിക്കത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നുവോ അതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരെ അവർക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും വണ്ണം ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു രീതി സമസ്ത മേഖലകളിലും അത്യാവശ്യമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അതുപോലെ കമ്പനികളിൽ മുതലാളിമാർ തൊഴിലാളികളെ, ഇങ്ങനെ കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്ത്, സമസ്ത മേഖലകളിലും ഈ ഒരു രീതി നാം സ്വീകരിക്കേണ്ടതാണ്. നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ, നമുക്ക് അറിഞ്ഞുകൂടാത്ത അഥവാ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ അതറിഞ്ഞുകൂടാത്ത പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുവാനുള്ള ഒരു രീതി, അത് പല ഉപമകളിലൂടെ അവർക്ക് കേൾക്കാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും തക്ക വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആ ഒരു രീതി, ഇത് എല്ലാ മനുഷ്യർക്കും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ചെയ്താൽ കുട്ടികളായാലും കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ഉപമകളിലൂടെ അവരെ ഗ്രഹിപ്പിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയും. രണ്ടാമതായി ഇവിടെ നാം കാണുന്നത്, തനിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് സകലവും വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ്. ആത്മീയ സത്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ബൈബിള് വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇതിലെ സത്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ വചനം നാം മനസ്സിലാക്കുന്നത്. ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുന്ന അനുഭവം, ഒരു വേർപാട് അനുഷ്ഠിക്കുന്ന അനുഭവം. എന്തിൽ നിന്നാണ് വേർപാട്? ലോകത്തിലുള്ളത്. അതുപോലെ ഈ ലോകത്തിലെ പല വിഷയങ്ങൾ, നാനാവിധ ചിന്തകളാൽ നാം നിറഞ്ഞിരിക്കുമ്പോൾ നാം തിരുവചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ പഠിക്കുവാനോ ഇരുന്നാൽ ഒന്നും ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ്, അതെ, ലോകം, ജഡം സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളും
ഒന്ന് മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുവാൻ ഏകാഗ്ര ഹൃദയത്തോടെ, ശ്രദ്ധയോടെ, ഭക്തിയോടെ ദൈവമുമ്പിൽ തിരുവചനവുമായി ഇരുന്നൊന്ന് ധ്യാനിക്കുവാൻ നാം നമ്മെ സമർപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത പല സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് കാട്ടിത്തരും. ആമേൻ.